ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സുഖത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വീട്ടച്ഛൻ്റെ ജീവിതാനുഭവമാണ്. ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻസാണ്. അപ്പോൾ അവരുടെ പ്രൈവസി അതുപോലെ മാനിച്ചുകൊണ്ട് പേരുകൾ ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഈ ജീവിതാനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവെച്ചത് ഇതുവരെയും വീട്ടമ്മമാർക്ക് നേരിട്ടതായിരുന്നു. ഇതൊരു വീട്ടച്ഛൻ്റെതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ വീഡിയോ ആണെന്ന്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ ഇത് ഒരു ഞാനീ പറയുന്ന ഈ വീട്ടച്ഛൻ ഒരു 26-27 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ഓരോ പെൺകുട്ടികളെ നോക്കി. അപ്പോൾ ഒരു വിവാഹാലോചനയും നടക്കുന്നില്ല. ഒടുവിൽ ഒരു മാട്രിമോണിയലിൽ കൊടുത്തത് വഴി ഒരാലോചന വന്നു, ഒരു പെൺകുട്ടിയുടെ ആലോചന. ഒരു 28 വയസ്സൊക്കെ ആയപ്പോൾ വന്നു. അപ്പോൾ ജാതകം മാറ്റലൊക്കെ കഴിഞ്ഞ് പെണ്ണൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരുടെ കുടുംബം പോലെ തന്നെ ഒരു കുടുംബമായിരുന്നു അത് എന്നിവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പോയി എല്ലാം ഉറപ്പിച്ചൊക്കെ വന്ന് കല്യാണവും കഴിച്ച് സുഖമായി ജീവിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന ഈ വീട്ടച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ആ പെൺകുട്ടി ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ക്ലറിക്കൽ ജോബാണ്. അപ്പോൾ എന്നും ബസ്സിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. വിവാഹശേഷം ഈ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് 2 വീലർ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കാൻ വിട്ടു. 4 വീലറിൻ്റെ ലൈസൻസ് കാറിൻ്റെ ലൈസൻസും സ്കൂട്ടിയുടെ ലൈസൻസും ഒക്കെ എടുത്ത് ജീവിതം ഇങ്ങനെ പച്ച പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ചുമ്മാ വീട്ടിൽ ഈ അമ്മായിയമ്മയായിട്ടൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി വഴക്ക്, അവളെ വീട്ടിൽ പോകണമെന്നുള്ള വാശി, ജോലി കഴിഞ്ഞ് എന്നും എത്തുന്ന സമയത്ത് വീട്ടിലെത്താതെയൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് ആകെ അങ്കലപ്പായി. ഇനി അങ്ങനെ അമ്മ ഇങ്ങനെ മോനോട് ഇങ്ങനെ കാര്യം സംസാരിച്ചു, വിളിച്ച് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണെന്നൊക്കെ. ആ കാര്യം ഈ പറയുന്ന വീട്ടച്ഛൻ ഹസ്ബൻഡ് വിളിച്ച് വൈഫിനോട് തിരക്കിയപ്പോൾ ഇവൾ അയാളോടും തട്ടിക്കയറി ഇല്ലാത്ത സംസാരം, അങ്ങനെ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ പെൺകുട്ടി വിവാഹത്തിന് മുന്നേ ഒരാളെ സ്നേഹിച്ചിരുന്നു. മനസ്സിലായില്ലേ? സ്നേഹിച്ച ആളെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് വളരെ രസകരമായൊരു കാര്യം. ആ വ്യക്തി ഓൾറെഡി മാരീഡാണ്. ഈ പെണ്ണ് സ്നേഹിച്ച ആൾ ഓൾറെഡി മാരീഡാണ്. മാത്രമല്ല ആ 2 മക്കളുമുണ്ട്, ചെറിയ മക്കൾ, 10 വയസ്സും 7 വയസ്സും ഒക്കെ പ്രായമുള്ള 2 ആൺകുഞ്ഞുങ്ങളുമുണ്ട്. ഈ പെണ്ണിനെ സ്നേഹിക്കുന്നു എന്നുള്ള പേരിൽ അവൻ എന്ത് ചെയ്തു, അവൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് ചിലവിനും കൊടുക്കില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ തെണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവൾ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവൻ്റെ അടുത്ത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അവന് ഭാര്യയെ നോക്കണ്ട, അവൻ്റെ കുടുംബം നോക്കണ്ട, ഒന്നും അവൻ അറിയേണ്ട ആവശ്യമില്ല. അവൻ സ്നേഹിക്കുന്നു എന്നുള്ള പേരിൽ ഈ പെണ്ണിൻ്റെ പിറകേ നടക്കുകയാണ്. അങ്ങനെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ ഈ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞ് അന്വേഷിച്ചു. അപ്പോൾ അവൻ്റെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ കൊടുത്തിരിക്കുന്നത് ചിലവിനും ഒക്കെ വേണമെന്ന്. അപ്പോൾ ഇവൻ വേണ്ട, ഞാൻ നിങ്ങൾക്ക് ചിലവിനും തന്ന് നിങ്ങൾക്ക് എന്താണ് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ അതും തരാമെന്ന് പറഞ്ഞ് അതിങ്ങനെ നടന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കവേ ഈ പെണ്ണ് ഈ ഇഷ്ടം സ്വന്തം വീട്ടിൽ, ഈ വിവാഹം നടക്കുന്നതിന് മുന്നേ സ്വന്തം വീട്ടിൽ ഈ ഇഷ്ടം പറയുന്നു. അപ്പോൾ അവൾ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ട് പറയുന്നു, നിൻ്റെ ആദ്യത്തെ വിവാഹമാണ്. അപ്പോൾ അവൻ ഓൾറെഡി ഒരു പെണ്ണ് കെട്ടി കളഞ്ഞ് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവനായതുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനുമായിട്ടുള്ള ഒരു വിവാഹമോ ഒരു വിവാഹ ബന്ധത്തിനെ കുറിച്ചോ നീ സ്വപ്നം കാണണ്ടെന്ന് പറഞ്ഞ് ഈ പെണ്ണിൻ്റെ മനസ്സ് മാറ്റി എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ വീട്ടച്ഛനുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ പെണ്ണ് ഈ വിവാഹത്തിൽ വന്നത്. ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. ഇപ്പോൾ ഈ കല്യാണത്തിലേക്ക് വരാം നമുക്ക്. പ്രഗ്നൻ്റായി. ഇതറിഞ്ഞ ഈ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഗൾഫിലുള്ള, ഇപ്പോൾ അവളുടെ ഹസ്ബൻഡായിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞ കുട്ടിയുടെ പാരൻറ്റ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി, വഴക്കും പ്രശ്നങ്ങളും എല്ലാം മറന്ന് അയാൾ വന്ന് എങ്ങനെയെങ്കിലും ഇവളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ നോക്കുമ്പോൾ ഇവൾ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു താല്പര്യമില്ല, എൻ്റെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവൾ പ്രസവത്തിന് വീട്ടിൽ പോയതിന് ശേഷം 6 മാസത്തിൻ്റെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ടല്ലോ,
അതിനുശേഷം പിന്നെ അവൾ ഞാൻ പറയുന്ന വീട്ടച്ഛൻ്റെ വീട്ടിലേക്ക് പിന്നെ വന്നിട്ടില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അവിടെ തന്നെ നിന്നു, അവിടെ തന്നെ കൊച്ചിനെ പ്രസവിച്ചു. ഇവൻ എത്രയൊക്കെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി അനുരഞ്ജന സംഭാഷണം നടത്താൻ നോക്കിയിട്ടും അവൾ തിരിച്ചു വരാൻ തയ്യാറല്ല, ആ പറയുന്ന ആളിനോടൊപ്പമേ ജീവിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിലും ഒരു കുഞ്ഞായി ഈ പെൺകുട്ടിക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് അപ്പോൾ ഇവൻ പറഞ്ഞു ശരി, ഡിവോഴ്സ് വാങ്ങി. അങ്ങനെ രണ്ടുപേരും ഡിവോഴ്സ് വാങ്ങി പോകുമ്പോൾ കൊച്ചിന് കൊടുക്കൂ, കാരണം നിനക്ക് വേറൊരു ജീവിതമായിട്ട് പോവേണ്ടതാണ്. അപ്പോൾ എൻ്റെ മകൾ അവിടെ വളരെയധികം ബുദ്ധിമുട്ടും, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് കോടതിയിൽ ഇതിട്ടപ്പോൾ അമ്മയ്ക്കാണല്ലോ കുഞ്ഞിൻ്റെ അവകാശം കൊടുക്കുക. അപ്പോൾ ചെറിയ പ്രായത്തിൽ, കുഞ്ഞിനൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ അമ്മയുടെ സംരക്ഷണമാണ് കുഞ്ഞിന് വേണ്ടത്. പക്ഷേ മതിയായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കുഞ്ഞിനൊരു അറിവാകുന്ന പ്രായത്തിൽ കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ അച്ഛനോടൊപ്പം വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഇവർ കൊച്ചിന് ചിലവിന് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവൾ അവിടെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് നടക്കുന്നവൻ്റെ കൂടെ പോയി താമസിച്ചു. അവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അടി, പിടി, അക്രമം, അവൻ്റെ ജീവിത രീതികളേ അങ്ങനെയാണ്. അടി, പിടി, അക്രമം, പിന്നെ ഡ്രിങ്ക്സ് അടിച്ചില്ലെങ്കിലും അവൻ വഴക്കാണ്. പിന്നെ അവൻ്റെ ഒരു നിബന്ധന എന്ന് പറഞ്ഞാൽ അവൻ ജോലിക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല, ഭാര്യ ജോലിക്ക് പോകണം, അതാരായാലും. ഇവൻ്റെ നേരത്തെ ഭാര്യയും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇവൾ ജോലിക്ക് പോകുന്നുണ്ടെന്നുള്ള ഒരു അറിവുള്ളത് കൊണ്ടാണ് ഇവൻ ഇവളെ പുറകെ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയുള്ള ആൾക്കാരെല്ലാം മനസ്സിലാക്കി. കാരണം ഇവർക്ക് ജോലിയുള്ളത് കൊണ്ട് ഇവൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവൻ അത്യാവശ്യം സാമ്പത്തികപരമായി കുറച്ചൊക്കെ ഉള്ള വീട്ടിലുള്ളത് തന്നെയാണ്. അവനെക്കുറിച്ച് പറയാൻ തന്നെ വാക്കുകളില്ലാത്തതാണ്. അവൻ്റെ മക്കളെക്കുറിച്ചോ അവൻ്റെ ഭാര്യയെക്കുറിച്ചോ അവന് യാതൊരു വിധമായ ചിന്തയില്ലാത്തവൻ ഈ ഒരാൾ കെട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് വന്ന പെണ്ണിനോട് എന്തെങ്കിലും ഒരു സ്നേഹം കാണിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതിനെ സ്നേഹമെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര പേരുടെ ജീവിതമാണ് ഒരാൾ വിചാരിച്ചപ്പോൾ തകർന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെന്താ വിചാരിച്ചത്? ഒന്ന് കല്യാണം കഴിച്ച് അവളെ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന ഒരു പയ്യനോടൊപ്പം ആദ്യ വിവാഹമായി കഴിപ്പിച്ച് ഈ മകളെ വിടാനുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് മാത്രം ആണ് ഈ ഇവർ വിചാരിച്ചത് ഒരു വിവാഹം കഴിപ്പിക്കുമ്പോൾ ഈ മോൾക്ക് അവനോട് തോന്നിയ സ്നേഹമല്ല എന്തോ ഒന്ന് അത് തീരുമായിരിക്കും. ഒരുപക്ഷെ ഒരു കുടുംബജീവിതമൊക്കെ കിട്ടുമ്പം എല്ലാം മറന്നു പോകും എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്രണയത്തിന് പല തലങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞും ഒറ്റപ്പെട്ടു, അവൻ്റെ 2 മക്കളും ഒറ്റപ്പെട്ടു. ഞാൻ പറയുന്ന വീട്ടച്ഛൻ ഇത്രയും ജീവിതത്തിൻ്റെ നിറമുള്ള സ്വപ്നങ്ങളും കണ്ട് ഗൾഫിൽ പോയി കിടന്ന് അധ്വാനിച്ച് പിന്നെ ഉണ്ടാക്കിയ പൈസയും എല്ലാം ഇവർക്ക് നഷ്ടപരിഹാരമായിട്ട് അവൾ വാങ്ങിക്കൊണ്ടുപോയി ഡിവോഴ്സും ചെയ്ത് ഇപ്പോൾ അയാൾക്ക് മറ്റൊരു ജീവിത പങ്കാളിയെ ഇനി എടുക്കാനുള്ള മനോധൈര്യം കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ഈ മകളെയാണെങ്കിൽ കൂടെ നിർത്തി വളർത്താൻ അമ്മയുണ്ടല്ലോ, ഞാൻ പറയുന്ന വ്യക്തിയുടെ അമ്മ ഉണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഈ കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ അമ്മ വളർത്തും. പക്ഷേ വീടുമുണ്ട്, പക്ഷേ അവിടെ ഇവർ കൊടുക്കുന്നില്ല. കാരണം കുഞ്ഞിൻ്റെ ചിലവ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവിതം, ഇയാൾ സ്വപ്നം കണ്ട ജീവിതവും ഭാര്യയും കുഞ്ഞും ഒക്കെ ഒത്തുള്ള ഒരു സ്വപ്ന ജീവിതം ഉണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ. അപ്പോൾ അതാണ് ഒരു സ്ത്രീ തകർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പതിവിൽ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കിടയിൽ ഇത്തരത്തിലുള്ള വീട്ടമ്മമാരും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇതുവഴി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചിന്തകളുള്ള ആരെങ്കിലുമൊക്കെ നമുക്കിടയിൽ ധാരാളം പേര് ഉണ്ട്. അങ്ങനെ ഉള്ളവർ ഇപ്പോഴെങ്കിലും തിരിച്ചറിയുക, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ജീവിതത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ വിവാഹം കഴിച്ചു, നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരാളെയും നമ്മൾ ചതിക്കാൻ പാടില്ല, ഒരാളുടെ ജീവിതം വെച്ച് നമ്മൾ പന്താടാൻ പാടില്ല. കാരണം ഒരാളിൻ്റെ ജീവിത സ്വപ്നങ്ങൾ തകർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണ്. അപ്പോൾ ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നമുക്കിഷ്ടമില്ലേ നമ്മൾ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. എന്തിനാണ് 2 കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ ആ 2 കുട്ടികളെ കളയാനുള്ള ഏക കാരണം ഈ സ്ത്രീയാണ്, ഈ പെണ്ണാണ്. ആ പെണ്ണ് പിന്നീട് അവൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തുലച്ചു, അവിടെ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിൻ്റെ ഭാവിയും തുലച്ച് വീണ്ടും അവനോടൊപ്പം പോയി
പഴയ ഒരു കാമുകനെന്ന് പറയുന്ന ഈ വ്യക്തിയോടൊപ്പം പോയി ജീവിക്കുകയാണ്. അയാൾ കാമുകനല്ല. ആ തിരിച്ചറിവ് നമുക്ക് വേണം. അയാൾ ഒരു ഭർത്താവും 2 മക്കളുടെ അച്ഛനുമാണ്. അങ്ങനെയുള്ള ഒരാളിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. നമ്മളാണ് ഇനി വീണ്ടും പഴയ പ്രേമത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഈ 2 ജീവിതങ്ങൾ. അപ്പോൾ ഇവിടെ തൊലഞ്ഞു പോയ എത്ര ജീവിതങ്ങളാണ്? ആദ്യത്തെ ആളിൻ്റെ ഭാര്യ, 2 മക്കൾ, ഇപ്പോൾ 3 പേരായി. പിന്നെ ഈ അവനൊരുത്തൻ, ഈ ഇങ്ങനെ തെണ്ടി നടക്കുന്ന ഒരുത്തുണ്ടല്ലോ, അവൻ ഒരുത്തൻ, അപ്പം 4 പേരായി. പിന്നെ ഇവൾ 1, 5, ഇവളുടെ മകൾ 6, പിന്നെ ഈ ഞാൻ പറയുന്ന ഈ വീട്ടച്ഛൻ. അങ്ങനെ 6 പേരുടെ ജീവിതവും ഇവരുടെ കുടുംബങ്ങൾ. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വേദനയാണ്. നന്നായി വീട് നോക്കുന്ന ഒരാളിനോടൊപ്പം വിവാഹം കഴിപ്പിച്ചയച്ച മകൾ ചെയ്ത നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാതെ അച്ഛനും അമ്മയും, ഈ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ പറയുന്നത് വഴി അഭിമാനബോധമുള്ള വീട്ടമ്മമാർക്ക് ഒരു തരത്തിലുള്ള വേദനയുണ്ടാവില്ല. അതായത് ഞാൻ ആരെയും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയാണെന്നോ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണെന്നോ അല്ല പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരും നമുക്കിടയിലുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും മനസ്സെന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണല്ലേ. നമ്മുടെ എല്ലാവരുടെയും സിരകളിൽ ഓടുന്നത് ഒരേ രക്തം തന്നെയാണ്. അപ്പോൾ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ എല്ലാവർക്കും ഏകദേശം സമാനമായ രീതികളിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അല്ലേ. അപമാനം നിങ്ങളിൽ ഏൽപ്പിക്കുന്ന വേദന പോലെ തന്നെയാണ് മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്നത്. നാണക്കേട്, അപമാനം എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ള ഒരു ബുദ്ധിമുട്ടല്ല. അപ്പം ഞാൻ പറയുന്നത് ഒരു ജീവിതം എന്ന് പറയുന്നത് കിട്ടാൻ തന്നെ അത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ. നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാതെ എവിടെയെങ്കിലും പോയിരിക്കണം. അതല്ലാതെ നമ്മൾ വിവാഹാനന്തരം നമ്മുടെ ഭർത്താവിനെ ചതിച്ച്, പിന്നെ അത് നന്നായി നോക്കുന്ന ഭർത്താവിനെ ചതിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചതിച്ചിട്ട് വേറൊരാളിൻ്റെ കുടുംബം തകർത്ത് അവിടെ പോയൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുന്നത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ആ വീട്ടച്ഛൻ ഇപ്പോഴും അൺമാരീഡായിട്ട് തുടരുകയാണ് ഗൾഫിൽ തന്നെ. ഒരു വേറൊരു വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മോളോടുള്ള ഇഷ്ടമുണ്ടല്ലോ, ഇവർ ഫോൺ വിളിച്ചാൽ പോലും കൊടുക്കില്ല. പിന്നെ ആ വ്യക്തി കോടതിയിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് ഇപ്പം ആ കുഞ്ഞിനോട് സംസാരിക്കുന്നതും ഒക്കെ. മനസ്സിലായില്ലേ. അതിനിപ്പോൾ ഏകദേശം 14 വയസ്സോളം പിന്നിടുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഏജായി. അപ്പോൾ ഇനി ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് ഇനി ഒന്ന് ഒപ്പിച്ചെടുത്ത് കൊണ്ടുവന്ന് ജീവിക്കാൻ തന്നെ പുള്ളിക്ക് ആൾക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത്രയേറെ വെറും ലോലഹൃദയമായിട്ടുള്ള ചില പുരുഷന്മാരെ ചതിച്ചു കളയുന്ന ഇത്തരക്കാരിൽ പെടുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. അപ്പോൾ എല്ലാവരും ഇത് ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അപ്പോൾ അതുപോലെ കമൻസുകളായി അറിയിക്കുക. അപ്പോൾ ഇത് സമൂഹത്തിനൊരു വിപത്താണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞു വയ്ക്കുക. സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല ഒരിക്കലും. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ സ്നേഹം കൊണ്ട് തകരും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു സ്നേഹമല്ല. സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും സൃഷ്ടിക്കലാണ്. ഒന്നിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കാറ്റഗറിയിൽ വരില്ല എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ലവ് ഈസ് കൺസ്ട്രക്ഷൻ. ലവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കുക, അതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. അതേസമയം എന്തെങ്കിലും ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത് സ്നേഹമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മനുഷ്യ ജീവിതങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എൻ്റെ മനസ്സിൽ കുറേ നാളായി കിടക്കുന്ന ഒരു അനുഭവമാണ്. അത് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ലവ് യു ഓൾ. അടുത്ത ഒരു ജീവിതാനുഭവമായി നമുക്ക് വീണ്ടും കാണാം. ലവ് യു ഓൾ.